ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ട് വേണോ നിങ്ങളറിയാം? നിങ്ങളൊക്കെ തമിഴിൽ കണ്ടിട്ടല്ലേ കയറിയത്? അതെ, തമിഴിൽ കാണുന്നത് പോലെ ഞങ്ങൾ പാലക്കാട് നിന്നും കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് ആൻറ്റി എൻ്റെ ഗ്രൂപ്പിലൊക്കെ ബൈ ബൈ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതൊരു ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടത്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാനല്ല, ആൻറ്റിയാണ്. ആൻറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ. കഴിഞ്ഞ 11-12 വർഷമായിട്ട് പാലക്കാട് തന്നെയായിരുന്നു. അതിനുശേഷമാണ് നാട്ടിലേക്ക് വരുന്നത്. നാട്ടിലാണ് വീടൊക്കെ ഉള്ളതെങ്കിലും വർക്ക് ചെയ്തത് പാലക്കാടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള വീട്ടിലുള്ളവർ അവരുടെ ഒരു സ്നേഹ സമ്മാനമായിട്ട് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നൈറ്റായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ കാണുന്നത് മോർണിംഗുള്ള വീഡിയോസാണ്. കാരണം ക്ലീനിങ്ങും ഷിഫ്റ്റിയും പറയാമല്ലോ. ഇത്രയും വർഷം ഒരു വീട്ടിലേക്കുമ്പോൾ ഷെൽഫും കട്ടിലും ഫ്രിഡ്ജും ടിവിയും കുറേ ബുക്സും പാത്രങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നൈറ്റ് അതിൻ്റെ പണി, നൈറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ദിവസമായിട്ട് അതിൻ്റെ പണി തന്നെയായിരുന്നു ക്ലീനിങ്ങും. പിറ്റേന്ന് മോർണിംഗാണ് ചെറുതായിട്ട് ഞാൻ അതൊക്കെ ലോറി കയറ്റുന്ന വീഡിയോ എടുക്കുന്നത്. ഇതവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എക്കൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം ഞാൻ പാട്ട് പാടി നോക്കി, പക്ഷേ പാട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കില്ല ഗൈസ്. അങ്ങനെ അവിടെയുള്ള എല്ലാവരോടും ടാറ്റ ബൈ പറയാണ്. ആ വീഡിയോ ഞാനൊരു കുഞ്ഞു പോർഷനാക്കി വെച്ച്. പക്ഷേ ഞാനിവിടെ വന്നിട്ട് കുറച്ച് മാസങ്ങളായതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ റൂട്ട്. ഞാൻ ഇടയ്ക്ക് കൊറിയർ ചെയ്യാനും മെറ്റീരിയൽ എടുക്കാനൊക്കെ ടൗണിൽ പോകുന്നത് ഈ ഒരു റൂട്ടായിരുന്നു. ഫുൾ അപ്പുറത്തും വയലാണ്, പാടം. അപ്പം അതൊക്കെ കണ്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനത് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കാരണം നമ്മൾ നന്നായിട്ട് ലേറ്റ് ആയി. എനിക്ക് തോന്നുന്നു ഒരു 2:30-3 മണിയായപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. പിന്നെ ആദ്യം നിന്ന പ്ലേസിലുള്ളവരുടെ ടാറ്റ പറയാൻ പോയി, ബൈ ബൈ പറയാൻ പോയി. കുറച്ച് മുമ്പ് അവരെ വർക്ക് ചെയ്ത സ്ഥലത്തുള്ളവരോടൊക്കെ ബൈ പറഞ്ഞിരുന്നു. അത് ഞാനില്ലാത്തതുകൊണ്ട് വീഡിയോയും ഇല്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് എന്നും സ്ഥിരമായിട്ട് നമ്മളൊരു സ്ഥലത്തുനിന്നൊരു ബേക്കറി ഒക്കെ മേടിക്കില്ല, അതുപോലെ ഫ്രഷ് കപ്പ വറുത്ത് ചിപ്സ് അങ്ങനത്തെ ഒക്കെ കിട്ടുന്നൊരു ഷോപ്പുണ്ടായിരുന്നു. ആ ചേട്ടൻ നമുക്ക് ചിപ്സോ കപ്പുറത്തൊക്കെ കൊണ്ടു തന്നു. നമ്മളത് കറിലിരുന്ന് കഴിച്ചു. ബാക്കി പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവിട്ടോ. പിന്നെയും പോകുന്ന റൂട്ടിൽ ഇങ്ങനെ ഓരോ പ്ലേസിൽ കയറി ബായൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പാലക്കാടിനോട് വിടാം ഇത് പറയും. ആൻറ്റി ഈ വീഡിയോ കാണാൻ സങ്കടമാവാതെ എന്നോട് ക്ഷമിക്കുക. അങ്ങനെ നമ്മൾ കാറിൽ ഭയങ്കര ലോങ് ആയിരുന്നു. കുഞ്ഞു വീഡിയോസൊക്കെ എടുത്ത് ചില വീട്ടിൽ നിന്ന് എല്ലാവരും ചായയൊക്കെ എടുത്ത് തന്നിരുന്നു. പക്ഷെ നമ്മൾ ഫുഡ് ലേറ്റായിട്ട് കഴിച്ചുകൊണ്ട് നമുക്കൊന്നും വേണ്ടായിരുന്നു. ഒരു വീട്ടിൽ നിന്ന് മാത്രം നമ്മൾ ജസ്റ്റ് ചായ കുടിച്ചു. അവരെടുത്ത് വെച്ച് പോയി. നമ്മൾ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നൈറ്റ് ജസ്റ്റ് വെള്ളാപ്പം ഒരു കറി, എന്താ കറീൻ്റെ പേര് പറഞ്ഞു. കോഴിക്കോട് എന്ന് പറയുമ്പോൾ കോഴിക്കോട് ടൗണല്ല, കുറച്ച് ഉള്ളോട്ട് പോകാണ്ട്. അപ്പം കുറച്ച് കോഴിക്കോട് ടൗണിൽ നിന്നും 1 hour ഉണ്ടെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അതിനിടയ്ക്ക് ഞാൻ ഒരു കൊറിയറും ചെയ്തു. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട്. ഇങ്ങനെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ വീട്ടിലെത്തി.